അനുഗ്രഹീതനായ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള റാപ്സനച്ച, സുഭാസ്നച്ച, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈസ്റ്റർ അല്ലേ? എല്ലാവരുടെ മുഖം സന്തോഷത്താൽ നിറയണ്ടേ. ഇന്ന് മഹോത്സവങ്ങളുടെ മഹോത്സവമായ ദിവ്യബലിയാണ് നമ്മൾ അർപ്പിക്കുക. ലിറ്റർജി അനുസരിച്ച് ഇന്ന് മഹോത്സവങ്ങളുടെ മഹോത്സവമായ ദിവസമാണ്. ഈ ദിവസത്തിൽ വചനം പ്രഘോഷിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. സഭ അത് പ്രത്യേകം പറയുന്നുണ്ട്. വചനം പ്രഘോഷിക്കണം, വചനത്തെ നമ്മൾ മുറിച്ചു നൽകണം. അതുകൊണ്ട് ഒന്ന് രണ്ട് ചെറിയ ആശയങ്ങൾ നമ്മുടെ ജീവിതയാത്രയ്ക്ക്, മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഇത് ധൈര്യപ്പെടുത്തും എന്ന വിശ്വാസത്തോടുകൂടെ വചനത്തെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുകയാണ്. മരിച്ചവരെ പേടിയുണ്ടോ? പേടിയില്ലല്ലേ? ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഉത്തരം എന്ത് ഞാൻ പറയുമെന്നറിയാവോ? ഉത്തരം ഞാൻ പറയത്തില്ല. കാരണം ബേബി സാറും ജോസേട്ടനും ഇവിടെയുണ്ട്. അവരൊന്ന് ചിരിക്കും. മരണത്തെ നമുക്ക് പേടിയില്ല. ശിഷ്യന്മാർക്ക് ഒരു പേടിയില്ലായിരുന്നു. ഈശോയുടെ മരണത്തെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് യാതൊരു പേടിയില്ല. ഒരാൾ വടക്കോട്ട് പോയി, ഒരാൾ തെക്കോട്ട് പോയി, അല്ലേ? എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു പേടിയില്ലാതെ പോയത്? കാരണം ക്രിസ്തു പറഞ്ഞിരുന്നു, ഞാൻ പീഡകൾ സഹിച്ചു മരിക്കും, കുരിശിൽ മരിക്കും, എന്നെ അവർ കൊല്ലും. അതവർ കണ്ടു, കുരിശിൽ കണ്ടു. പീഡകൾ സഹിച്ച് മരിച്ച് ഒരു പുഴുവിനെ പോലെ കുരിശിന്റെ വിരിമാറിൽ കിടന്നുകൊണ്ട് എൻ്റെ അപ്പാ എന്ന് വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് തലചായ്ച്ച് മരിക്കുന്ന കർത്താവിനെ അവർ കണ്ടു. എന്നിട്ട് അവർ ചിന്തിച്ചത് എന്താ? തീർന്നു. മൗസിലേക്ക് വൈശ്യന്മാർ പറഞ്ഞ് അവൻ പ്രവാചകനാണെന്നൊക്കെ ഞങ്ങൾ ഓർത്തിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല, കാരണം അവനെ കൊന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്ത്? അവർ അവന്റെ ശരീരം താഴെ ഇറക്കിയിട്ട് അറിയാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു. അവർ 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി അവന്റെ ശരീരം പൊതിഞ്ഞു. അറിയാം, രാജാക്കന്മാർക്ക് നൽകുന്ന ശവസംസ്കാര ശുശ്രൂഷയാണത്. നല്ല തുണി കച്ച കൊണ്ട് പൊതിയുക, ഏറ്റവും സുഗന്ധദ്രവ്യം കൊണ്ട് അവരുടെ ശരീരം പൂശുക. അങ്ങനെ രാജകീയ ഒരു രാജാവിന് കൊടുക്കേണ്ട എല്ലാവിധത്തിലുള്ള ശവസംസ്കാര ശുശ്രൂഷയും അവർ നടത്തി. എന്നിട്ട് അവിടെ സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറ അവർ കണ്ടെത്തി. ഒരു പ്രധാന പുരോഹിതന് നൽകുന്ന ഏറ്റവും വലിയ അവസാനത്തെ സമ്മാനം പുതിയ കല്ലറയാണ്. ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത കല്ലറയിലാണ് പ്രധാന പുരോഹിതന്മാരെ യഹൂദ സംസ്കരിക്കുക. അപ്പോൾ അവർ അത് കണ്ടെത്തി, പുതിയ ഒരു കല്ലറ കണ്ടെത്തി, രാജകീയമായി കർത്താവിനെ അടക്കി അതിന്റെ മുൻപിൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ച് സന്തോഷത്തോടുകൂടെ ശിഷ്യന്മാര് പോയി. ഒരാൾ മീൻ പിടിക്കാൻ പോയി, ഒരാൾ എമ്മാവൂസിലേക്ക്, രണ്ടുപേരെ എമ്മാവൂസിലേക്ക്, ശാന്തം സ്വസ്ഥം. പക്ഷേ കർത്താവിന്റെ മരണത്തിൽ ഉറക്കം കെടുത്തിയ കുറെ മനുഷ്യരുണ്ട്. ഒരു നീതിമാന്റെ മരണത്തെ ഉറക്കം കിടത്തിയ കുറെ മനുഷ്യരുണ്ട്. ആരൊക്കെയാണ്? യഹൂദന്മാരുണ്ട്, അല്ലെ? അവർ ചെന്നെന്ത് പറഞ്ഞു? രാജാവിനോട് പറഞ്ഞു, ഇവൻ ജീവിച്ചിരുന്നപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ മരിച്ചാൽ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. വചനവും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് ഇവന്റെ കല്ലറയ്ക്ക് കാവൽ നിൽക്കണം. അല്ലെങ്കിൽ ഇവന്റെ ശിഷ്യന്മാര് രാത്രിയിൽ വന്ന് ഇവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് പറയും, അവൻ ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരാരും ഇല്ല കേട്ടോ. ആരാണ്? യഹൂദന്മാര്. അന്നേരം രാജാവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പോവുക, നിങ്ങൾക്ക് പോയി നിങ്ങൾക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സുരക്ഷ അവന് കൊടുക്കുക.
എത്ര പേരെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ കല്ലറ സൂക്ഷിക്കുക, അല്ല അവനവിടെ എഴുന്നേറ്റ് പോകരുത്. കാരണം പിലാത്തോസിന് അറിയാം, പ്രത്തോറിയത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ക്രിസ്തു, അവൻ പറഞ്ഞത് പാലിക്കുമെന്ന് തീർച്ചയായിട്ടും ഈ മനുഷ്യനറിയാം. അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും. അവൻ പാടുപീഡകൾ സഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ പാടുപീഡ സഹിക്കും. അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അവൻ ഉറപ്പാ. പക്ഷെ ശിഷ്യന്മാർക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? ഏറ്റവും ശക്തമായ കാവൽ നൽകി. ആ കാവൽ നൽകിയ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ ഭൂകമ്പമുണ്ടായി, പാറ മാറിപ്പോയി. യേശു ഉയർത്തെഴുന്നേറ്റ് കരമടിച്ച കർത്താവിന് നന്ദി പറയാം. എത്ര പൂട്ടിവെച്ചാലും എത്ര കാവലിരുന്നാലും നമ്മുടെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ, ഉയർക്കുമെന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റിരിക്കും. വിശ്വാസത്തോടുകൂടി ഒന്നുകൂടെ കൈയടിച്ച്. അത്ര ശക്തമാ. നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാ, എന്റെ കർത്താവ് ഒരു വാഗ്ദാനം പറഞ്ഞാൽ, എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അതവൻ വാക്ക് പാലിക്കും. ഒരിക്കലും ആ വാക്ക് പാലിക്കാതെ അവൻ പോകില്ല. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ശവക്കല്ലറയിൽ നമ്മളെല്ലാവരും പോയിട്ടുണ്ടല്ലേ? ആ ശവക്കല്ലറ എന്താ എഴുതി വെച്ചേക്കുന്നേ? സ്ലാബിൽ കുറെ കാര്യം നമ്മൾ എഴുതി വെക്കും. എന്താണ്? പേരെഴുതി വെക്കും, ജനിച്ച വർഷം എഴുതി വെക്കും, മരിച്ച വർഷം എഴുതി വെക്കും, അല്ലേ? നമ്മളെല്ലാ വർഷവും അവിടെ പോകും. എന്തുകൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്? നമുക്ക് ഉറപ്പുണ്ട് ആ മനുഷ്യൻ അവിടെ തന്നെ ഉണ്ടെന്ന്, അല്ലേ? ഇല്ലേ? പോകുവോ? നിങ്ങളുടെ ആടെയെങ്കിലും ശവകുടീരം അടക്കം ചെയ്തെന്ന് തുറന്നു കഴിഞ്ഞിട്ട് വേറെ ആളവിടെ അടയ്ക്കാൻ നിങ്ങളവിടെ പോവോ? ഇല്ല, പോകില്ല. കാരണം എന്താ? ആളവിടെ ഇല്ല. നമ്മുടെ ആളവിടെ ഇല്ല. പിന്നെ എന്തിനാ നമ്മളിപ്പോ അവിടെ പോണത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അടക്കം ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തി അവിടെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഈശോയെ അടക്കം ചെയ്ത കല്ലറയിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല. കാരണം അവൻ അവിടെ എഴുതി വെക്കാനായിട്ട് അവനൊരു അഡ്രസ് ഇല്ല, ഒന്നുമില്ല. എവിടെ നിന്നോ വന്നവൻ, മറിയത്തിന്റെ മകൻ, അല്ലെ? യൗസേപ്പിതാവിന്റെ പുത്രൻ. ഇത്രയൊക്കെയുള്ള അവനെ കുറിച്ചുള്ള ഐഡന്റിറ്റി. ബാക്കി അവനെ കുറിച്ച് ഒന്നുമില്ല. പക്ഷേ അവന്റെ ശവകുടീരത്തിങ്കിലേക്ക് പിറ്റേ ദിവസം രാവിലെ എത്തിയ മഗ്ദലന മറിയം കണ്ടത് എന്താണ്? അവിടെ ഒന്നുമില്ല, എഴുതിയിട്ടുമില്ല, ഒന്നുമില്ല. അതിന്റെ അർത്ഥം എന്താ? അവൻ ഉയർത്തുപോയി. അവിടെ വിശ്വാസം അവർ ഉറക്കെ പ്രഖ്യാപിക്കുക. പിന്നീടാണ് പരിപാടികളൊക്കെ നടക്കുക. ഒരച്ഛൻ ഈ ഒരു ഗവേഷണം നടത്തി. എന്തുകൊണ്ടാണ് കർത്താവ് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടത്? എന്തുകൊണ്ട്? ആദ്യം അവക്ക് 7 പിശാചുണ്ടായിരുന്നത് കൊണ്ടാണോ? അല്ല. അച്ഛൻ അത് വളരെ ഒത്തിരി ഗവേഷണം നടത്തി അച്ഛൻ പറഞ്ഞ ആൻസർ ഞാൻ പറയട്ടെ? ആർക്കും കുഴപ്പമില്ലല്ലോ? ഇല്ല. അന്ന് റേഡിയോ ഇല്ലായിരുന്നു, TV ഇല്ലായിരുന്നു, വാട്സപ്പ് ഇല്ലായിരുന്നു, ഇൻസ്റ്റോ ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഏറ്റവും വേഗത്തില് ഈ വാർത്ത എങ്ങനെയെങ്കിലും അറിയിക്കണമെങ്കിൽ ആരെ അറിയിക്കണം? മഗ്ദലന മറിയത്തെ തന്നെ അറിയിക്കണം. പെട്ടെന്ന് വാർത്ത ഇറങ്ങി. ആണ് അച്ഛൻ കണ്ടുപിടിച്ച ഗവേഷണത്തിന്റെ ഉത്തരം. സ്നേഹമുള്ളവരെ, തമാശ രൂപയാണെങ്കിലും ശരിയാ. കാരണം ഇതൊരു പ്രഘോഷണമാണ്. കർത്താവിന്റെ ഉദ്ധാനത്തെ നമ്മൾ പ്രഘോഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. കാരണം കർത്താവിനെ കണ്ടുമുട്ടിയവരെല്ലാവരും കർത്താവിനെ പ്രഘോഷിച്ചിട്ടേ ഉള്ളൂ. ആർക്കും അവന്റെ ഉള്ളിൽ ഒതുക്കി വെക്കാൻ ആയിട്ടില്ല അവർ അനുഭവിച്ച ദൈവസ്നേഹം. ഈ ശിഷ്യന്മാരും 3 പേരും അടുത്തു വന്നു. മഗ്ദലന മറിയം ഏറ്റവും മുമ്പിൽ ഓടി. കാരണം രാത്രി ഉറങ്ങിയിട്ടില്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. വചനം പറയും, പ്രഭാതത്തിലെ അവൾ എഴുന്നേറ്റു. അവൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇരുളും മാറുന്നതിന് മുമ്പ് അവൾ ഓടി. കാരണം എന്ത്? അവൾ അന്ന് രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. കാരണം തന്റെ സ്നേഹത്തെ അടക്കം ചെയ്തിരിക്കുക. അത് സാപത്താണ്, ഒന്നും ചെയ്യുവാനാവില്ല, നടക്കാൻ പറ്റില്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല. അവൾ ആകപ്പാടെ വേദനയായി. അവൾ പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ്, സാപത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവൾ ഓടുകയ ശവകുടീരത്തെങ്കിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ആ സ്നേഹത്തിന്റെ മുമ്പിൽ ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറയും, മറിയം. ഒറ്റ വാക്കേ വിളിച്ചുള്ളൂ, മറിയം. അവൾ ഉടനെ പറഞ്ഞു, റബ്ബോണി. ഒരു തിരിച്ചറിവാ. അവളോട് പറയുക, നീ പോകുക, നീ പോയി പ്രഘോഷിക്കുക.
സ്നേഹമുള്ളവരെ, ഈ ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രഘോഷണമാണ്. എന്താണ് അവൾ പ്രഘോഷിച്ചത്? അവൾ പ്രഘോഷിച്ചത് ഒന്ന് മാത്രം, ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നോ, ഞാൻ എത്രമാത്രം വിലമതിച്ചിരുന്നോ, ഞാൻ ആരെയാണ് ഈ രാവിലെ എഴുന്നേറ്റ് അന്വേഷിച്ചത്, ആരെയാണ് എന്റെ ദുഃഖത്തിന്റെ കാരണമായിട്ട് ഞാൻ കണ്ടത്, ഇതാ അവൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുവരെ അവളുടെ ജീവിതത്തിൽ ദുഃഖവെള്ളിയായിരുന്നു, സങ്കടമായിരുന്നു, വേദനയായിരുന്നു. ഇതാ താൻ സങ്കടപ്പെട്ട മനുഷ്യൻ, ആരെയോർത്ത് സങ്കടപ്പെട്ടോ, ആരെയോർത്ത് വേദനിച്ചോ, ആരെയോർത്ത് അവൾ അനുഭവിച്ചോ, അവനിതാ തന്റെ മുമ്പിൽ നിൽക്കുന്നു. എന്തൊരു സന്തോഷമാ! വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ട്. ഇതാണ് വിദേശത്ത് പോയി തിരിച്ചു വന്ന ഒരു ആങ്ങളെ പെങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് വന്ന് കല്യാണത്തിന് വേണ്ടി ഒരുക്കമായിട്ട് വന്ന്. നമ്മളൊന്ന് കാണണം, എത്ര രസമാണ്. ആ ആങ്ങള ആ പെങ്ങളെ കെട്ടിപ്പിടിക്കുന്നതും ആ പെങ്ങളിരുന്ന് കരച്ചോട് കരച്ചിൽ. അതിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഇതാണ് സ്നേഹം. എത്രമാത്രം തന്റെ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞ ഏട്ടൻ, എല്ലാം ഒരുക്കി കൊടുത്ത ഏട്ടൻ, ഇതാ ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ മുമ്പിൽ തലേദിവസം നിൽക്കുമ്പോൾ അവൾക്ക് എന്തൊരു സന്തോഷമാണ്. മറിയത്തെ സംബന്ധിച്ചതിനേക്കാളും വലിയൊരു സന്തോഷമാണ്. കർത്താവ് മരിച്ചുപോയവൻ, ഇനി ഒരിക്കലും ഉയർക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞവൻ, ഇതാ ഉയർത്ത് തന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൾ അനുഭവിച്ച സന്തോഷവും അവൾ അനുഭവിച്ച ആ ആത്മീയമായിട്ടുള്ള ഉണർവുമൊക്കെ എത്രമാത്രം ശക്തമാ. ആ ആത്മീയ ഉണർവ് കൊണ്ട് അവൾ ഓടുകയ, എന്റെ ദൈവം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ലോകത്തോട് മുഴുവൻ പറയാൻ. സ്നേഹമുള്ളവരെ, നിർത്തുകയാ. ഉയർപ്പിലെ കർത്താവിനെ കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ആ കർത്താവിനെ പ്രഘോഷിക്കുവാൻ നമ്മൾ ആരും മടിക്കരുത്. ശക്തിയോടുകൂടെ പ്രഘോഷിക്കണം. എങ്ങനെ ശിഷ്യന്മാർ കർത്താവിനെ പ്രഘോഷിച്ചുവോ, എങ്ങനെ മേരി കർത്താവിനെ പ്രഘോഷിച്ചുവോ, അത് ചൈതന്യത്തോടുകൂടി ശക്തിയോടുകൂടെ എന്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നുവെന്ന് ലോകത്തോട് പറയുവാൻ നമുക്ക് സാധിച്ചാൽ ഈസ്റ്റർ നമ്മുടെ ജീവിതത്തില് ഏറ്റവും അനുഭവവേദ്യമായ കാര്യമായിട്ട് മാറും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കണ്ടറിഞ്ഞ കർത്താവിനെ, അനുഭവിച്ച കർത്താവിനെ, കണ്ടുമുട്ടിയ കർത്താവിനെ ലോകത്തോട് പ്രഘോഷിക്കുക. അതിനേക്കാളും വലിയൊരു സാക്ഷ്യം കർത്താവിന് ലോകത്തിൽ കൊടുക്കാനില്ല. നാം കണ്ടെത്തിയ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ അതിന് 100 മടങ്ങ് ശക്തി ഉണ്ടാകും, 100 മടങ്ങ് കൃപ ലഭിക്കും. അത് നമുക്കും കേൾക്കുന്നവർക്കും കർത്താവിനെ അറിയാത്തവർക്കും എല്ലാവർക്കും അത് കർത്താവിനെ അറിയുവാനും ആരാധിക്കുവാനും അവന്റെ സന്നിധിയിലേക്ക് വരുവാനും അങ്ങനെ ഈസ്റ്ററിന്റെ ഒരു പ്രഘോഷകരായിട്ട് നമുക്ക് മാറുവാനും സാധിക്കും. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.